ഷാജഹാൻ, സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിന് ജനങ്ങൾക്ക് തരിമ്പും വിശ്വാസമില്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചിലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വാർത്താ കുറിപ്പിറക്കി. അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിൻ്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്തതാണ്, ചെലവഴിച്ചതാണ് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാത്തതാണോ അതോ മന്ത്രിമാർക്ക് മനസ്സിലാവാത്തതാണോ? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം ഭരണകൂടത്തിൻ്റെ നീക്കങ്ങളെ പ്രതിപക്ഷത്തിനോ ബി ജെ പിക്കോ വിശ്വാസമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറേ നാളുകളായി ഈ ഗവൺമെൻറ് എടുക്കുന്ന ഒരു നടപടിയിലും ജനങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. അതിപ്പോൾ തുടങ്ങിയതല്ല. അത് 2019 പ്രളയത്തിൻ്റെ കാലത്ത്, അതിനു മുമ്പ് ഓഖിയുടെ കാലത്ത്, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ജനങ്ങൾക്ക്, ഞാൻ പറയുകയാണ്, ജനങ്ങൾക്ക് ഭരണകൂടത്തെ വിശ്വാസമില്ല. പക്ഷേ ജനങ്ങളുടെ താല്പര്യം പ്രതിനിധീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഈ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധമുണ്ടാക്കാൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിരോധമുണ്ടാക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉള്ളിൽ തട്ടിയൊന്നും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് പറഞ്ഞാൽ ഉടനെ തന്നെ കോൺഗ്രസിന് പ്രതി പറയും, അങ്ങനെയല്ല, ഞങ്ങൾ അവിടെ സമരം നടത്തി, ഞങ്ങൾ ഇവിടെ സമരം നടത്തി. ഇങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ദയവീത് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും കോൺഗ്രസിനെ പ്രതികരിച്ചിട്ട് ഒരു വനിതയുണ്ടായിരുന്നു. അവിടെയും ഞാൻ വിമർശനം ഉന്നയിച്ചു. ഉടനെ വിമർശനം ഉന്നയിച്ചപ്പോൾ ആ വനിത എന്നോട് പറയുകയാണ്, അതങ്ങനെ ഷാജഹാൻ പറയുന്നതൊന്നും ശരിയല്ല. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് DGPക്ക് ഇമെയിൽ അയച്ചില്ലേ? എന്നോട് ആ വനിത ചോദിക്കുകയാണ്. ഞങ്ങൾ ഇമെയിൽ അയച്ചില്ലേ? ഞങ്ങൾ കത്തയച്ചില്ലേ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചെയ്യുന്നതിനുള്ള ഒരു തടസ്സവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ജനങ്ങളെ സംഘടിപ്പിക്കാനും ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിതിനകത്ത് എല്ലാം ഒന്നും എടുക്കണ്ട. നമ്മളിതിനകത്ത് ഈ മൃതദേഹത്തിൻ്റെ കണക്ക് മാത്രം എടുത്താൽ പോലെ എത്ര മലീമസവും വികലവുമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ഭരണകൂടം എന്നുള്ളത്. ഇതിനപ്പുറം വേറെ വല്ല തെളിവും വേണോ? ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി വാരാൻ വേണ്ടി 36 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലുള്ള കാര്യങ്ങൾ UDF ഭരിക്കുമ്പോൾ ഇവിടെ നടന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളോ എല്ലാം വരുമ്പോഴും പ്രതികരണങ്ങൾ പ്രസ്താവനയിലും പത്രസമ്മേളനങ്ങളിലും ചാനൽ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അത് വയനാടിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, അത് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, അതിപ്പോൾ നടക്കുന്ന ഈ ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിമർശനങ്ങളിലൊക്കെ ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട, ജനങ്ങളെ പ്രതിഷേധത്തിന് തയ്യാറെടുപ്പിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസ്താവനകളിലും ഇതിലെല്ലാം മാത്രം ഒതുങ്ങി. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെ നേരത്തെ പറഞ്ഞെന്താ, വന്ധ്യംകരിക്കപ്പെട്ട ജനസമൂഹം, അത് ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ളൊരു ഒരു സംസാരമല്ലേ അത്? ജനങ്ങളാണോ വന്ധ്യംകരിക്കപ്പെട്ടിട്ടുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വന്ധ്യംകരിക്കപ്പെട്ടതിന് നമ്മൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് ശരിയാണോ?
രാഷ്ട്രീയ പാർട്ടികളെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒന്നിപ്പിക്കാൻ, അവരെ മൊബിലൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളില്ലേ ഇവിടെ കോൺഗ്രസ് ഇല്ലേ, ഇവിടെ BJP ഇല്ലേ? അവരൊക്കെ ഈ കാര്യത്തിൽ എന്താ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടെ എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ ഒന്നിനെക്കുറിച്ചും വേറെ ചർച്ച ചെയ്യരുത്, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടത്താമെന്ന് പറഞ്ഞു. ശരി, നടത്തി. എല്ലാവരും കൂടെ ഒരുമിച്ച് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി. പക്ഷേ വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ കൊണ്ട് മാത്രമാണോ? വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ചക്രവാത ചുഴി, അയാൾ പറയുകയാണ്, ചക്രവാത ചുഴി, അതിതീവ്ര മഴ, ഇത് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. പക്ഷെ അവിടെ ആ ദുരന്തമുണ്ടാകുന്നതിന് ഇടയാക്കിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ദേശീയപാത നിർമ്മാണം നടന്നിട്ടുണ്ട്. അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ് ഈ കാലാവസ്ഥ മാറ്റവും കൂടെ ചേർന്നപ്പോഴത്തേക്കും 10-400 ആളുകൾ അവിടെ മരിച്ചത്. അതിനെക്കുറിച്ച് പറയാൻ, അവിടുത്തെ മനുഷ്യൻ അവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ BJPയും അവരാരും തയ്യാറാവുന്നില്ല. അതിന് പകരം അവർ പറയാണ് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പാടില്ല. ഞാനൊക്കെ ആ സമയത്ത് ഇതിനകത്ത് മനുഷ്യൻ എടുത്തിട്ടുള്ള റോള് സംബന്ധിച്ചിട്ട് വിമർശനം പറയുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസ്സുകാരൊക്കെ പറയുകയാണ്, അയ്യോ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയരുത്, നമ്മളിപ്പം ജനങ്ങളെ അവിടെ ജനങ്ങളെ രക്ഷപ്പെടുത്തണം, പുനരധിവസിപ്പിക്കണം. ശരി, ആ ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാളെ എത്രയായി? ഇപ്പം തന്നെ ഈ സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കോൺഗ്രസ്സുകാരും BJPക്കാരും വായിച്ചിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരും BJPക്കാരും ആ ഇടക്കാല വിധി ഒന്നെടുത്ത് വായിച്ചു നോക്കണം. ആ വിധിയിൽ പറയുന്നത്, സർക്കാർ പറയുന്നത് കാലാവസ്ഥാ മാറ്റം കൊണ്ട് മാത്രമാണ് ഇത്രയും ദുരന്തം അവിടെ ഉണ്ടായെന്ന്. ശുദ്ധ അസംബന്ധമാണ്. ആ വിധി ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. ഞങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇത് തടയാൻ വേണ്ടി നടത്തിയെന്ന് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പച്ചക്കള്ളമാണ്. അത് ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും കഴിയുന്നുണ്ടോ? ആ ദുരന്തമുണ്ടായപ്പോൾ ദുരന്തത്തിൽ ഈ 10-400 പേര് മരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് അവിടുത്തെ മനുഷ്യനിർമ്മിതമാണത്. അവിടുത്തെ അനധികൃതമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം. ഇപ്പം മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണല്ലോ ഇവിടെ നടന്നത്. അവിടെ 1000-1500 ടൂറിസം റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമടകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതെന്തെങ്കിലും, ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇവിടുത്തെ BJPക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാജയം മറച്ചു വെച്ചുകൊണ്ട് വന്ധീകരിക്കപ്പെട്ട പൊതുമണ്ഡലം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള ഈ സമീപനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ദയനീയമായി പരാജയപ്പെടുകയും അവർ പത്രസമ്മേളനത്തിലും പ്രസ്താവനകളിലും ചാനൽ ചർച്ചകളിലും മാത്രം ഒതുങ്ങുന്നതിൻ്റെ ദുരിതവും ദുര്യോഗവുമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഇതിനെ വ്യക്തിഗതമായി ദയവ് ചെയ്ത് എടുക്കരുത്. വ്യക്തിഗതമായ ഒരു വിരോധവും കൊണ്ടിട്ട് പറയുന്നതല്ല. പക്ഷേ ജനങ്ങൾ സംഘടിപ്പിക്കപ്പെടാതെ ഇവിടെ കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരിതമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ADGPയുടെ കാര്യത്തിൽ തന്നെ ഒരു ADGP ലോ ആൻഡ് ഓർഡർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്ന് പറയുന്നു, കൊലപാതകയാണെന്ന് പറയുന്നു. ഒരനക്കവും ഇല്ല ഇവിടെ. ആ പറയുന്ന ആളാരാണ്? അയാൾ കയ്യേറ്റക്കാരൻ, അയാൾ കൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ളവൻ, അയാൾ എന്താണ് ചീറ്റിംഗ് കേസിൽ പ്രതിയാകാൻ കിടക്കുന്നവൻ. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിക്ഷിപ്ത താല്പര്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിച്ച് ഈ ചെളിക്കകത്ത് കിടന്ന് പൊളയുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനോവ്യഥ കൊണ്ട് പറയുന്നതാണെന്ന് ദയവ് ഇത് മനസ്സിലാക്കുക. ഒരുപക്ഷെ തിരിച്ചെന്നെ വാദിച്ച് തോൽപ്പിച്ചേക്കാം നിങ്ങൾ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ആയിരിക്കാം. പക്ഷേ എന്നെ തോൽപ്പിക്കലല്ല ലക്ഷ്യം. എന്നെ പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ് എൻ്റെ പ്രതിനിധി പറയും ഞങ്ങൾ അവിടെ അത് നടത്തി, ഞങ്ങൾ DGPയുടെ അവിടെ അത് നടത്തി, ഞങ്ങളത് ആയിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്നെ തോൽപ്പിച്ചേക്കാം. പക്ഷേ ഏറ്റവും ഈ പറഞ്ഞ പോലെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 80 വയസ്സുള്ളൊരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ചവനാണ് ഞാൻ. 80 വയസ്സുള്ളൊരു മനുഷ്യൻ. 80 വയസ്സുള്ളപ്പോഴാണ് ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അയാളുടെ സ്റ്റാഫിന് ഞാൻ ചേരുന്നത്. ആ മനുഷ്യൻ 101 വയസ്സായിട്ട് ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനെയെങ്കിലും നിങ്ങളൊരു മാതൃകയാക്കൂ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് 58 വയസ്സേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്?
പത്രസമ്മേളനമാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി? ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഒരു കേസ് കോടതി കൊടുത്തു, കോടതി എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞു. ഫോൺ VS അച്യുതാനന്ദൻ കൊടുത്ത ഡസൻ കണക്കിന് നിയമ പോരാട്ടങ്ങളിൽ ജയിച്ച പാരമ്പര്യമാണ് VS അച്യുതാനന്ദനുള്ളത്. എന്താണ് VD സതീശനുള്ള പാരമ്പര്യം? നിങ്ങൾ ക്യാമറ എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവന്ന് ഹൈക്കോടതി കൊടുത്തു. എവിടെയാണത് കിടക്കുന്നത്? എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതിയിൽ പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ വിഷയം തന്നെ വന്നു. ഈ വിഷയം തന്നെ വന്നപ്പോൾ എന്താണ്? കോട്ട് സൂട്ട് വിട്ടിരുന്ന് പത്രസമ്മേളനം നടത്തുക, പത്രപ്രസ്താവന നടത്തുക. ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. ദയവ് ഇതിൽ നിന്നൊന്നും മാറി ഈ നെറികെട്ട, ഈ മൃതദേഹം പോലും വിറ്റ് കാശാക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ 10 ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും ദയവായി ആരംഭിക്കണം എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. ഇത് ദയവ് ഈ പറയുന്നൊന്നും വ്യക്തിപരമായി എടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് പറയാനേ പറ്റുള്ളൂ. എൻ്റെ പുറകിൽ പാർട്ടിയില്ല, ഗ്രൂപ്പും ഇല്ല, ഒന്നുമില്ല, സാമ്പത്തികവും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. ഇത് പറയാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ മനോവ്യഥയാണ് ഈ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്.